കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സിബിഐയുടെ ഒളിച്ചുകളി. പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിൽ സിബിഐ തുടർ നടപടി എടുത്തില്ല. സിബിഐ നടത്തേണ്ട നിയമ പോരാട്ടം നടത്തുന്നത് കേസിലെ പരാതിക്കാരനാണ്. ബിനിൽ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനെ എടുത്തിട്ട് കുടഞ്ഞത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ സിബിഐക്ക് എന്താണ് പറ്റുന്നത്? പൂജ, ഈ കശുവണ്ടി അഴിമതി കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അതിൽ ഒരു വിചിത്രമായ രാഷ്ട്രീയ സഖ്യം ഉണ്ട് എന്നതാണ്. അതായത് നമ്മൾ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെയൊക്കെ കേസുകളിൽ പെട്ടാൽ സംരക്ഷിക്കുമെന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പക്ഷേ ആ കേസിൽ സംരക്ഷണം കിട്ടുന്നത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും INTUCയുടെ സംസ്ഥാന പ്രസിഡന്റുമായ R ചന്ദ്രശേഖരനാണ്. പ്രോസിക്യൂഷൻ സാങ്ഷൻ സർക്കാർ നൽകുന്നില്ല. മറ്റൊരു വശത്ത് CBIയുടെ ഒളിച്ചുകളിയാണ്. ഇനി CBIയിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP സർക്കാരാണ് കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിക്കുന്നത്. CBI കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ്. പക്ഷേ CBI ഈ കേസിൽ കൃത്യമായി ഒളിച്ചുകളി നടത്തുന്നു. അതായത് അവരാണ് ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കി സർക്കാരിനോട് ഈ R ചന്ദ്രശേഖരനും അതോടൊപ്പം തന്നെ ഖാദി ബോർഡിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയൊക്കെ ആയിരുന്ന KA രതീഷിനുമെതിരെ ഈ കുറ്റപത്രം നൽകുന്നതിന് പ്രോസിക്യൂഷൻ അനുമതി ചോദിക്കുന്നത്. പക്ഷേ ആ പ്രോസിക്യൂഷൻ അനുമതി സംസ്ഥാന സർക്കാർ നിഷേധിക്കുന്നു. അവിടെ നിയമ പോരാട്ടം നടത്തേണ്ടത് യഥാർത്ഥത്തിൽ അന്വേഷണ ഏജൻസിയായ CBI ആണ്. പക്ഷേ CBI ഇവിടെ അനങ്ങുന്നില്ല. എന്താണ് കേന്ദ്ര സർക്കാരിന് മേൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്താൻ ഈ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ MDക്കും സാധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ കഴിഞ്ഞ 5 വർഷമായി 2020 ഈ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുന്നത്. പക്ഷേ അന്വേഷണ ഏജൻസി അനങ്ങുന്നില്ല. CBI ഇതിന്മേൽ ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അഴിമതി നിരോധന നിയമം ഒഴിച്ച് മറ്റ് കേസുകളിൽ കുറ്റങ്ങളിൽ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് CJM കോടതിയിലേക്ക് അവർ പോവുകയാണ് ചെയ്തത്. പക്ഷേ പ്രധാനപ്പെട്ട അഴിമതി നിരോധന നിയമത്തിന്റെ കാര്യത്തിൽ ഒരു നടപടിയും CBI എടുക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി ഇതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തുന്ന ഈ കേസിലെ പരാതിക്കാരനായ കോൺഗ്രസ് നേതാവ് കടകംപള്ളി മനോജാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വിരോധാഭാസം. ഈ പരാതിക്കാരൻ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രതികളടക്കം എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റാൻഡ് എന്നത് ഇവിടെ നിങ്ങൾക്ക് ഇതിൽ നിയമപരമായ എന്ത് അവകാശമാണുള്ളത്? അന്വേഷണ ഏജൻസി അനങ്ങുന്നില്ലല്ലോ, CBI വരുന്നില്ലല്ലോ എന്നൊരു ചോദ്യം പോലും അവർക്ക് കോടതിയിൽ ഉന്നയിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ CBI. അന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഇപ്പോൾ സർക്കാരിനെതിരാണ് എങ്കിൽ പോലും എതിർഭാഗത്ത് CBI ഉണ്ട്. അവർ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ സാധാരണ നിലയിൽ? അപ്പോൾ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ CBIക്കും ബാധകമാണ് എന്ന രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? പൂജ, ഒരു അന്വേഷണ ഏജൻസിയാണ്. അവർ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഏതറ്റം വരെയും പോകേണ്ടത്. ഇവിടെ CBI അനങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കേന്ദ്ര സർക്കാരിന് CBIക്ക് എന്ത് മറുപടി ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള മറ്റൊരു ശക്തി ഈ പ്രതികൾക്ക് വേണ്ടി CBIയിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതായത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു സംഘടനാ സംവിധാനം ഇതിൽ ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ആ ശക്തമായ സമ്മർദ്ദത്തിലാണ് CBI ഇതിൽ കൃത്യമായ ഒളിച്ചുകളിയുമായി മുന്നോട്ട് പോകുന്നത് എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. സംസ്ഥാന സർക്കാർ ഈ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിനെതിരായ കോടതിയലക്ഷ്യ കേസിൽ ഇന്ന് ഹൈക്കോടതിയിൽ മറുപടി നൽകേണ്ടതാണ്. ഇതുവരെ സർക്കാരിന്റെ മറുപടി കോടതിയിൽ സമർപ്പിച്ചിട്ടുമില്ല. സർക്കാർ ഇന്ന് എന്തായിരിക്കും കോടതിയിൽ പറയാൻ പോകുന്നത് എന്നത് നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കോടതി സർക്കാരിനെ നന്നായി പെരുമാറി വിട്ടതാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി എന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സംസ്ഥാന സർക്കാരിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രഹരമാണ്. അത് കിട്ടിക്കഴിഞ്ഞ ഒരു കേസാണ്. വീണ്ടും കോടതിയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഉണ്ടാകുക എന്നുള്ളത് ഇന്നത്തെ വാർത്താ ദിനം വളരെ നിർണായകമായ ഒന്നാണ്. അതിനിടയിലാണ് ഈ CBIയുടെ ഒരു ഒളിച്ചുകളിയെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്.